കേരളത്തിന്റെ സ്വന്തം വള്ളംകളി, വള്ളംകളിയുടെ സ്വന്തം വഞ്ചിപ്പാട്ട്. ക്ഷേത്ര സംബന്ധമാണ് വള്ളംകളി എങ്കിൽ വഞ്ചിപ്പാട്ട് പുരാണ സംബന്ധിയായിരിക്കും. 18 പ്രാചീന വള്ളംകളി പാട്ടുകളെ നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. കഥകളിക്ക് കഥകളി പദം പോലെ, തുള്ളലിന് തുള്ളൽ പാട്ട് പോലെ വള്ളംകളിക്ക് വഞ്ചിപ്പാട്ട്. എന്നാൽ മറ്റ് ദൃശ്യകലകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇതിലെ പദങ്ങൾക്കോ അക്ഷരസ്ഫുടതയ്ക്കോ വരികൾക്കോ അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ ഭാവാഭിനയത്തിനോ ഒന്നുമല്ല പ്രാധാന്യം, മറിച്ച് താളത്തിനാണ്. കാരണം താളത്തിനൊത്താണ് തുഴയുന്നത്. താളം തെറ്റിയാൽ തുഴ തന്നെ തെറ്റിപ്പോകും. തുഴയുന്നത് തെറ്റിയാൽ അത് പള്ളിയോടത്തിന്റെ പരാജയത്തിലായിരിക്കും കലാശിക്കുന്നത്. 4 അടനയമ്പുകൾ 4 വേദങ്ങളെയായി സങ്കല്പിച്ചിരിക്കുന്നു. പിന്നെ ഒരു സവിശേഷത, 8ാമത്തെ അക്ഷരത്തെ മുറിച്ച് അവിടെ വായ്ത്താരി ചേർക്കുന്നു എന്നതാണ്. അപ്പോൾ വരികളുടെ നീളവും കൂടി പോകുന്നു. അത് തുഴയുന്നവന് കൂടുതൽ ശക്തിയും പ്രചോദനവും നൽകുവാൻ കാരണമാകുന്നു. വ്യാസോൽപത്തിയും കിരാതവും ഒക്കെ ഫലിതരസവും ശൃംഗാരരസവും ഒക്കെ ഇടകലർത്തി രചിച്ച കവിതകളാണ്. എന്നാൽ തികച്ചും ഭക്തിപൂർവമായി രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അഗ്രഗണ്യ സ്ഥാനത്ത് നിൽക്കുന്നു. ആ ഒറ്റ കവിത കൊണ്ട് തന്നെ കവികളിൽ ശ്രേഷ്ഠ സ്ഥാനം കൊടുത്ത് നമ്മൾ ആദരിക്കുന്നു രാമപുരത്തു വാര്യരെ. സന്ദീപനിഗ്രഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. ഇതിലെ 8ാമത്തെ അക്ഷരത്തിനെ മുറിച്ചുകൊണ്ട് വായ്ത്താരി ചേർക്കുമ്പോൾ സന്ദീപനിഗ്രഹേ പണ്ടു തിത്തൈതകതേതേതോ സാഹസാൽ കഴിഞ്ഞതും നാം തിത്തിത്താരാതേത്, ഇങ്ങനെ നീണ്ടുപോകുന്നു. പമ്പ നദിയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന വള്ളംകളി ഏറ്റവും പുരാതനവും ശ്രേഷ്ഠവുമായി കണക്കാക്കപ്പെടുന്നു.